നന്ദു, ഇപ്പൊ സന്തോഷിക്കാം. BJPക്ക് 138, ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP. ഈ നിമിഷത്തെ പ്രതികരണം നന്ദു. അല്ല, നിങ്ങൾ എൻ്റെ പ്രതികരണം തേടുന്നതിന് മുൻപ് ഡൽഹിയിലെ നിങ്ങളുടെ സഹപ്രവർത്തകരെ വിളിച്ചിട്ട് ഇവിടെ ഒരു ചാണക്യനുണ്ടായിരുന്നല്ലോ, ഡൽഹിയിൽ AICC മന്ദിരം നിയന്ത്രിക്കുന്ന AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, കേരളത്തുകാരനായിട്ടുള്ള ശ്രീ KC വേണുഗോപാൽ. ഞാൻ അറിഞ്ഞത് അദ്ദേഹം ഭാവി പ്രധാനമന്ത്രിക്ക് പട്ടായയ്ക്ക് പോകാനുള്ള ടിക്കറ്റിൻ്റെ റേറ്റ് നോക്കിക്കൊണ്ട് ഏതോ ട്രാവൽ ഏജൻസിയിൽ നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കറക്റ്റാണോ എന്നൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വാങ്ങുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് ആദ്യത്തെ ഈ സാഹചര്യത്തിൽ പറയാൻ. ഞാൻ ഒരു കാര്യം വളരെ അഭിമാനത്തോടു കൂടി, അതിലേറെ സന്തോഷത്തോടു കൂടി എനിക്ക് പറയാനുള്ളത്, മോദിജിയുടെ അമ്മയെ വരെ ഇലക്ഷൻ ടൂളാക്കിക്കൊണ്ട് കോൺഗ്രസ് നടത്തിയിട്ടുള്ളൊരു നെറികെട്ട രാഷ്ട്രീയത്തിന് ബീഹാറിലെ നാരീശക്തി മറുപടി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞാനിതിൽ ആദ്യമായി പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഒരു സാധാരണ വീട്ടമ്മയുടെ സാനിറ്ററി നാപ്കിൻ എന്ന് പറയുന്ന അവരുടെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തെ പോലും, അത്രയും ചെറിയ കാര്യങ്ങൾ പോലും ₹1 അവരുടെ കൈകളിലെത്തിക്കാൻ വേണ്ടിയിട്ട് അത്രയും കീനായി, അല്ലെങ്കിൽ അത്രയും അവരുടെ ചെറിയ കാര്യങ്ങളിൽ പോലും ഇടപെട്ട അവരുടെ ഒരു മകൻ അല്ലെങ്കിൽ ഒരു സഹോദരൻ, അത്തരത്തിലുള്ള ഒരാൾ ഈ രാജ്യത്ത് നാട് ഭരിക്കുമ്പോൾ സ്വന്തം അമ്മ, മരണപ്പെട്ടു പോയ അമ്മയെപ്പോലും ഇലക്ഷൻ ടൂളാക്കിയ കോൺഗ്രസിൻ്റെ ചെകിട്ടത്തേറ്റിട്ടുള്ള കൃത്യമായ മറുപടിയാണ് ആ നാട്ടിലെ ബീഹാറിലെ സാധാരണപ്പെട്ട സ്ത്രീ സമൂഹം നടത്തിയിട്ടുള്ള മറുപടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ആ അമ്മമാർക്ക് ഹൃദയത്തിൽ നിന്ന് ഓരോ ഭാരതീയൻ്റെയും അതുപോലെ ഓരോ BJP പ്രവർത്തകൻ്റെയും ഹൃദയത്തിൽ നിന്ന് ആ അമ്മമാരുടെ പാതാരബിന്ദങ്ങൾ ഞങ്ങൾ ഈ വിജയത്തെ സമർപ്പിക്കുന്നു. ആ അമ്മമാരുടെ നിശ്ചയദാർഢ്യം, ആ അമ്മമാർ നടത്തിയിട്ടുള്ള നിരന്തരമായ പോരാട്ടം, ആ അമ്മമാരുടെ അനുഗ്രഹം, ഇതൊക്കെയാണ് നരേന്ദ്രമോദിജിയെയും അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയെയും ഇന്ന് ഈ വലിയ വിജയത്തിലേക്ക്, വലിയ കള്ളങ്ങളുടെ ഒരു വലിയ ഗോപുരത്തെ തകർത്തുകൊണ്ട്, പച്ചക്കള്ളങ്ങൾ നിറഞ്ഞൊരു പ്രചരണത്തെ തകർത്തുകൊണ്ട് ഇത്തരം വലിയൊരു വിജയം ഞങ്ങൾക്ക് നേടാൻ സാധിച്ചത് ആ അമ്മമാരുടെ കരുത്താണ്. ആ അമ്മമാരുടെയും സഹോദരിമാരുടെയും പാതാരബിന്ദങ്ങളിലാണ് ഞങ്ങൾ ഈ വിജയത്തെ സമർപ്പിക്കുന്നത് എന്നാണ് ആദ്യമായി പ്രതികരിക്കാനുള്ളത്. വളരെ വ്യക്തമായ, വളരെ കൃത്യമായ 2 പോയിന്റുകൾ ചർച്ച ചെയ്യപ്പെടാതെ പോയ, ഈ പ്രഭാതത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ 2-3 പോയിന്റുകൾ. ഒന്ന്, അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഈ ഇൻസൾട്ട്, അപമാനം, മരിച്ചുപോയൊരു സ്ത്രീയെ, മോദിജിയുടെ അമ്മയെ, അത് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന ഇവരുടെ നിതാന്ത ശത്രുവിന്റെ അമ്മയായത് പോയിട്ട് മാത്രം വളരെ വൃത്തികെട്ട രീതിയിൽ അപമാനിച്ചു. 2, ₹1 സാനിറ്ററി നാപ്കിൻ. ഈ രാജ്യത്തെ ഇതുവരെ ഭരിച്ചവർ ചർച്ച ചെയ്യാൻ വിസമ്മതിച്ച, ചർച്ച ചെയ്യാൻ ഭയന്നിരുന്നൊരു കാര്യമാണ് ഒരു സ്ത്രീയുടെ, ഒരു പെൺകുട്ടിയുടെ അടിസ്ഥാന ആവശ്യമാണെന്നത്. അത് കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന അസുഖത്തെക്കുറിച്ച് അവൾക്ക് പറയാൻ പേടിയായിരുന്നു, വീട്ടിൽ പോലും പറയാൻ പേടിയായിരുന്നു. വിഷയത്തെ ധൈര്യപൂർവ്വം ഇതാ നാപ്കിൻ ഉപയോഗിക്കുക. 3, ശൗചാലയം തുടങ്ങിയപ്പോൾ എന്തായിരുന്നു പ്രചാരണം? കക്കൂസ് പണിയുന്നു. കക്കൂസ് പണിഞ്ഞതിന്റെ ഫലം കണ്ടോ UP-ൽ, കണ്ടോ MP-ൽ? അത് ഞാൻ പറയാൻ പോയായിരുന്നു. UP-ൽ എനിക്ക് തോന്നുന്നു ഗൗതം, നമ്മളൊക്കെ അത് സാറും കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോയ സമയത്ത് അവര് എത്ര അഭിമാനത്തോടുകയാണ്, ഇസ്സത്ത് ബടേഗ എന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. അല്ല, ഒരു പ്രധാനമന്ത്രി ആദ്യമായിട്ട് അധികാരത്തിൽ ഏറുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി ഇത്തരം വിഷയങ്ങളെ പറ്റി പറയുന്നത്. ബേസിക് നീഡ്സ് പറയാൻ പലരും ഒരു പ്രശ്നമായി കണ്ടിട്ടില്ലാത്ത വിഷയം. മാത്രമല്ല, അദ്ദേഹം പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യത്തെ ഗാന്ധി ജയന്തി ദിനത്തിൽ സ്വച്ഛ് ഭാരത് തുടങ്ങി. അതാണ് അതിൽ അടിച്ചു പറയാൻ തുടങ്ങി. സുഹൃത്തുക്കളെ 142, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. 142 സീറ്റുകളിലേക്ക് NDAയുടെ കുതിപ്പാണ് ഇപ്പോൾ ഈ നിമിഷം. ഗൗതം, ഒന്ന് പറയാം, വോട്ടെണ്ണൽ ആരംഭിച്ച് ഏതാണ്ട് 1 മണിക്കൂർ 25 മിനിറ്റ്, ഒരുമിച്ച് പറയാം. വോട്ടെണ്ണൽ ആരംഭിച്ച് 1 മണിക്കൂർ 25 മിനിറ്റുകൾ എത്തി നിൽക്കുമ്പോൾ ഇതാ 142 സീറ്റിന്റെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇപ്പോൾ ഇതാ 72 സീറ്റിലേക്ക് ഇന്ത്യ സഖ്യം തകരുന്നു. 72, അതായത് 2020-ൽ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന RJD ഒറ്റയ്ക്ക് 75 സീറ്റ് നേടിയെങ്കിൽ ആ മുന്നണി മുഴുവൻ 72 സീറ്റ് മാത്രമായി ചുരുങ്ങുകയാണ്. RJD അതിൽ 66 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസിന്റെ ലീഡാണ് ഇതിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ടത്. കേവലം 4 സീറ്റിലേക്ക്, അതായത് 1950 മുതൽ 1990 വരെ ബീഹാറിന്റെ രാഷ്ട്രീയം അടക്കി ഭരിച്ച, ബീഹാറിന്റെ 22 മുഖ്യമന്ത്രിമാരിൽ 16 മുഖ്യമന്ത്രിമാരെയും സംഭാവന ചെയ്ത കോൺഗ്രസ് പാർട്ടി ഇതാ സംസ്ഥാനത്ത് ഇല്ലാണ്ടാവുകയാണ്. നോക്കൂ, അവിടുത്തെ ഒരു ഘടന നോക്കൂ, അതിന്റെ ഒരു ബ്രേക്കപ്പ് നോക്കൂ. ഈ 142-ൽ 70-65, 70 BJP, 65 JDU,
5 LJP, ചിരാഗ് പാസ്വാന്റെ പാർട്ടി, LJP, രാംവിലാസ് പാസ്വാൻ. RLM-നും ഓരോ സീറ്റ് വീതം. സ്കോർ ബോർഡ് അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പുറത്ത് നോക്കൂ, രണ്ട് ലെഫ്റ്റ് CPM അല്ല കേട്ടോ, ഒന്ന് CPI-യും ഒന്ന് CPIM അവിടെ CPM ഇല്ല. അപ്പൊ എന്തായാലും ഇടത് പാർട്ടികളെന്ന് പറയാം. അപ്പൊ എന്നോട് ക്ഷമിക്കണം കോമ്രേഡ് ബേബി, ഞാനാണ് അങ്ങയുടെ പാർട്ടി മുന്നോട്ട് വന്ന് പറഞ്ഞത്. അതില്ല, മറ്റൊരു ഫാക്ടർ ഈ ഉപേന്ദ്ര കുശ്വാഹയ്ക്ക് തിരിച്ചടിയാണ് കേട്ടോ. നമ്മുടെ NDA RLM, അതായത് ഈ അവസരവാദം NDA-യിലൊക്കെയാണ് നിൽക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി വരെ ആയതാ. അതായത് ഇത്തരത്തിൽ ഈ 150ലേക്ക് എത്തിയിരിക്കുന്നു. 225 18 സീറ്റിന്റെ സൂചന വരാൻ ഇനിയും ബാക്കി. 18 സീറ്റിന്റെ സൂചന വരാൻ ഇനിയും ബാക്കിയാണ്. 150, 70, 5. അതായത് BJP കഴിഞ്ഞ തവണ നേടിയ 74 സീറ്റിലേക്ക് BJP-യുടെ ലീഡ് നില ഉയർന്നിരിക്കുന്നു. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 74 സീറ്റുകളിൽ വിജയിച്ച് രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായിരുന്നു നിയമസഭയിൽ. ഇതാ BJP ഈ ഘട്ടത്തിൽ, അതായത് വോട്ടെണ്ണൽ ആരംഭിച്ച് ഏതാണ്ട് 1.5 മണിക്കൂർ മാത്രം എത്തുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ തവണ നേടിയ അതേ സീറ്റിന്റെ ലീഡ് നിലയിലേക്ക് BJP ബീഹാറിൽ എത്തുകയാണ്. മിഥിലാഞ്ചൽ ആകെയുള്ള 10-ൽ 7 നിതീഷ് കുമാറും ടീമും സ്വന്തമാക്കിയിരിക്കുകയാണ്. 2 സീറ്റുകൾ മാത്രമേ തേജസ്വി യാദവിന് എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം മിഥിലാഞ്ചൽ കയ്യിൽ അരക്കെട്ടുറപ്പിക്കുകയാണ്. 10-7 മിഥിലാഞ്ചൽ ഇപ്പോൾ വീണ്ടും ടൈറ്റ് ഫൈറ്റിലേക്ക് വരികയാണ്. 5-3 പോയിരിക്കുകയാണ്. ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റം. അതായത് ഗൗതം നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഈ കാസ്റ്റ് പൊളിറ്റിക്സ്, നിങ്ങൾ ഇവിടെ മാത്രം 155 നന്ദു പറഞ്ഞോളൂ. സന്തോഷം ജനൻ TV പ്രേക്ഷകരിലൂടെ തന്നെ നന്ദുവിന് സന്തോഷം കേൾക്കട്ടെ. അല്ല, ബീഹാർ ഇലക്ഷൻ കഴിയുമ്പോൾ നരേന്ദ്രമോദി രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ചവർക്ക് ഇന്ന് രാജ്യത്തെ ജനങ്ങൾ കൊടുത്തിട്ടുള്ള കനത്ത മറുപടിയാണ് ഈ വലിയ വിജയം. ഞങ്ങൾ ഈ വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ വോട്ട് ചോരി നടത്തിയല്ല ഞങ്ങൾ വിജയിച്ചത്. ആ ജനങ്ങളുടെ ഹൃദയത്തെ കവർന്നുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിൽ നിൽക്കുന്നത് എന്ന് ബീഹാറിലെ ജനത അടിവരയിട്ടിരിക്കുന്ന ഈ നിമിഷം ഞങ്ങൾ ഓരോ BJP പ്രവർത്തകരെയും സംബന്ധിച്ച് ഇത് ആത്മാഭിമാനത്തിൻ്റെ ഉപരി വലിയ സന്തോഷത്തിൻ്റെ നിമിഷമാണ്. ജനങ്ങളുടെ ആ സന്തോഷത്തിൽ ഞങ്ങളുടെ പാർട്ടിയും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിലെ ഏറ്റവും വലിയ ഒരു BJP പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആഹ്ലാദം പങ്കുവെക്കേണ്ട ഒരു സമയം, അല്ലെങ്കിൽ വളരെ എനർജറ്റിക് ആയിട്ട് പൊതുനിരത്തിൽ ജനങ്ങളുടെ ഈ ഒരു അനുഗ്രഹത്തെ ആഘോഷിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ മുൻപാകെയാണ് ഇരിക്കുന്നത്. ഈ ജനൻ TV-യുടെ പ്രേക്ഷകരോടൊപ്പം ഈ വലിയ വിജയത്തിൽ ഞാനും അതിൻ്റെ ആഹ്ലാദത്തിൽ പങ്കുചേരുന്നു.